നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ ഡോക്ടർ ജെ ഷാഹിദയ്ക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ സമിതി. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. അതേസമയം ശസ്ത്രക്രിയാ പിഴവിൽ കൂടുതൽ പേരെ പ്രതിചേർക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിലെ ഏക പ്രതി 2021 ശസ്ത്രക്രിയ നടത്തിയ വൈദ്യസംഘത്തിന്റെ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രം. അറസ്റ്റ് ഉടനുണ്ടാവുമെന്നാണ് സൂചന. പ്രതിപട്ടിക വിപുലീകരിക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങി. 1 നിന്ന് 9 പ്രതികളുടെ എണ്ണം വർദ്ധിച്ചേക്കും. ഉഷ ജോസഫിന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദ, നഴ്സിംഗ് ഓഫീസറായിരുന്ന PS ധന്യ എന്നിവരെ പ്രതി ചേർക്കും. സംഘത്തിലുണ്ടായിരുന്ന 9 പേരുടെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഉഷയുടെ മെഡിക്കൽ രേഖകളും ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘം തയ്യാറാക്കിയത് വിചിത്ര അന്വേഷണ റിപ്പോർട്ട്. ശസ്ത്രക്രിയയിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല. ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് വീഴ്ചയില്ല. പിഴവിന്റെ ഉത്തരവാദി ആരെന്ന കണ്ടെത്തലും റിപ്പോർട്ടിലില്ല. ശസ്ത്രക്രിയ കൃത്യമായി പൂർത്തീകരിച്ചെന്നും പിഴവുകളില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് തുന്നിക്കെട്ടിയതെന്ന സംഘാംഗങ്ങളുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട്. ഉഷയുടെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് നാളെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഉപകരണത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുകയാണ് ലക്ഷ്യം. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടേഴ്സ് അടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചും അന്വേഷണം നടക്കും. ചികിത്സാ പിഴവുണ്ടായോ എന്ന് സ്ഥിരീകരിക്കുക മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണത്തിലായിരിക്കും. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന ഡോക്ടേഴ്സ്. 24 ആലപ്പുഴ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേതുൾപ്പെടെയുള്ള ചികിത്സാ പിഴവുകളെ ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചു എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി. അതേസമയം നിർമ്മാണം പൂർത്തിയാക്കാതെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ആരോപിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വീഡിയോ പുറത്തിറക്കി. ചികിത്സാ പിഴവ് വ്യക്തമായിട്ടും ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് നിസ്സാരവത്കരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലക്ഷക്കണക്കിന് സർജറികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവം പർവ്വതീകരിക്കുന്നു എന്നാണ് പ്രതികരണം. ഒരു ഓപ്പറേഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇതുമാത്രം പ്രവൃത്തിയിരിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല. അതേ 1-2 ഉണ്ടാവും. അത് കഴിഞ്ഞില്ലേ പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഈ നിലയിൽ തുടർന്നാൽ തിരിച്ചടിയുണ്ടാകുമെന്നും CPIM മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയേറെ വേട്ടയാടപ്പെട്ട മറ്റൊരു മന്ത്രിയില്ല എന്നാണ് സജി ചെറിയാന്റെ പ്രതികരണം. ടാർഗറ്റ് ചെയ്യാണ്. സംശയം എന്താ? അവരെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്യാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണോ? കേരളത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ചിലപ്പോൾ ഭാവിയിൽ സംഭവിക്കുക. അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം പലതരത്തിൽ കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും ഉദ്ഘാടനം നടത്താനൊരുങ്ങുന്ന പദ്ധതികൾക്കെതിരെ പരിഹാസ വീഡിയോയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. ഒരു പാരലൽ റോഡ് സംവിധാനമില്ലാതെ 20 ദിവസമായി കോൺക്രീറ്റ് പൊളിച്ചത് ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രി നിർമ്മാണം പൂർത്തിയാകാത്ത മേൽപ്പാലത്തിന്റെയും ജില്ലാ ജനറൽ ആശുപത്രിയുടെയും ഉദ്ഘാടന തീയതി എങ്ങനെ തീരുമാനിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യം. 24 പത്തനംതിട്ട. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയെന്ന അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ നടത്താൻ കാലതാമസമുണ്ടായി. തീരുമാനമെടുക്കാൻ ഡോക്ടർ വൈകിയെന്നാണ് കണ്ടെത്തൽ. 3-അംഗ സമിതി ആരോഗ്യ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തൽ. 3-അംഗ അന്വേഷണ സംഘം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യ വിവരം ബന്ധുക്കൾ തുടരെ അറിയിച്ചിട്ടും സിസേറിയൻ നടത്താൻ കാലതാമസമുണ്ടായി. സിസേറിയൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ ഡോക്ടർ വൈകി. കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടായിരുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കി. ഡോക്ടർ ബിന്ദു സുന്ദറിന് 2 തവണ വീട്ടിലെത്തി പണം നൽകിയെന്ന ബന്ധുക്കളുടെ ആരോപണവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഷനിൽ തുടരുകയാണ് ഡോക്ടർ ബിന്ദു സുന്ദർ. 3-അംഗ അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയും ഡോക്ടർ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. അതേസമയം സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ ഉത്തരവ്. എന്നാൽ ഡോക്ടർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് KGMOയെ നാളെ മുതൽ
കടുത്ത സമരമുറകളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ OP ബഹിഷ്കരണം തുടരും. 24 തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിന. സമാശ്വാസ തുകയോ ചികിത്സാ സഹായമോ തനിക്ക് നൽകിയിട്ടില്ല. ആരോഗ്യമന്ത്രി 100% പരാജയമെന്നും ഹർഷിന കുറ്റപ്പെടുത്തി. മന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഇത് പരിഹാരം പറഞ്ഞ് നമ്മൾ ആ ഒരു സമരം അവിടെ നിർത്തിക്കുക. അപ്പം അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് നമുക്ക് ഇത്രയും നഷ്ടങ്ങളുണ്ട്, അതിനൊരു നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്ക് ഒരു ശിക്ഷാ നടപടിയും നിർബന്ധമായി വേണം, അത് ഉറപ്പ് തന്നിട്ടാണ് അവിടുന്ന് മന്ത്രി ഉറപ്പ് തന്നു പോകുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ലേ നമുക്ക് ഉറപ്പ് വരുന്നത്. ആ ഉറപ്പിൽ നമ്മൾ അന്ന് വിശ്വസിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു. എന്തായാലും 15 ദിവസത്തിനുള്ളിലാണ് പരിഹാരം പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പരിഹാരം ആവാത്ത അവസ്ഥയിൽ ഞങ്ങൾ അടുത്ത സമരം ഇരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്നൊരു പ്രഖ്യാപനം വന്ന് ഹർഷിനക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു. നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് വിലപേശൽ നടന്നെന്നും ഇതിനായി CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇടപെട്ടെന്നും സമരസമിതി ആരോപിച്ചു. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ തർക്കത്തെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 5 നാൾ. 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ ഉറപ്പ് പാഴായി. സ്ഥലമാറ്റം ലഭിച്ച സർജന് പകരം ഡോക്ടർ വന്നിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സർജൻ ഡോക്ടർ ഗണേഷും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബിനിൽകുമാറും തമ്മിൽ തർക്കമുണ്ടായത്. ഡോക്ടർ ഗണേഷ് നടത്തുന്ന ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകാൻ കഴിയില്ല എന്ന ഡോക്ടർ ബിനിൽകുമാറിന്റെ നിലപാടാണ് പ്രതിസന്ധിയുണ്ടാക്കിയത്. 24 വാർത്തയെ തുടർന്ന് ഇരുവരെയും സ്ഥലം മാറ്റി. സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയതിൽ വിവാദം. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി ദുരുപയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 10% ക്ഷാമബത്ത അനുവദിച്ച് ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് ജീവനക്കാരുടെ നമ്പറിലേക്ക് സന്ദേശം എത്തിയത്. മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. DA കുടിശ്ശിക ഉൾപ്പെടെ ജീവനക്കാർക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശമെത്തിയത്. ഔദ്യോഗിക ആവശ്യത്തിനായി ജീവനക്കാർ കൈമാറിയ ഫോൺ നമ്പർ ഉപയോഗിച്ചുള്ള പ്രചാരണം വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യലെന്ന ആരോപണവുമായി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ രംഗത്തെത്തി. വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഏറ്റെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. ജീവനക്കാർ നൽകുന്ന ഫോൺ നമ്പറുകൾ ഉദ്യോഗസ്ഥരുടെ സമ്മതം കൂടാതെ ബൾക്ക് മെസ്സേജ് ക്യാമ്പയിനു വേണ്ടി PR വർക്കിനും വേണ്ടി ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കടുത്ത സ്വകാര്യതയുടെ ലംഘനമാണ്. അത് മുഖ്യമന്ത്രിക്കും IT രേഖ ചോർത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ജീവനക്കാരുടെ പേരു പറഞ്ഞ് അഭിസംബോധന ചെയ്തായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദേശം. ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ ജീവനക്കാർ നൽകിയ പേരും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പ്രചാരണത്തിന് ഉപയോഗിച്ചതെന്നാണ് ആക്ഷേപം. ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം പ്രതിപക്ഷം മുഖവിലക്കെടുക്കുന്നില്ല. 24 തിരുവനന്തപുരം. ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തിരുവനന്തപുരം കഴക്കൂട്ടത്തെത്തുമ്പോൾ പ്രേംകുമാർ അംഗത്വമെടുത്തേക്കും. അതിനിടെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന നേതൃത്വത്തിന്റെ ആവശ്യത്തോട് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുകൂല നിലപാട് അറിയിച്ചില്ല എന്നാണ് വിവരങ്ങൾ. CPIM-മായി ഇടഞ്ഞ പ്രേംകുമാർ കഴിഞ്ഞയാഴ്ച കോട്ടയത്ത് KPCC-യുടെ സംസ്കാര സാഹിതി വേദിയിലെത്തിയിരുന്നു. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര അടുത്ത മാസമാദ്യം തിരുവനന്തപുരം കഴക്കൂട്ടത്തെത്തുമ്പോൾ പ്രേംകുമാർ കോൺഗ്രസിൽ അംഗത്വമെടുത്തേക്കും. പ്രേംകുമാറിനെ സ്റ്റാർ ക്യാമ്പയിനറാക്കി പ്രചാരണത്തിൽ മുന്നിൽ നിർത്താനാണ് കോൺഗ്രസ് ആലോചന. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിൽ ചേരുന്നതിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് പറഞ്ഞത്. അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമല്ല. അതേസമയം കഴക്കൂട്ടത്ത് പ്രേംകുമാർ സ്ഥാനാർത്ഥി ആയേക്കില്ലെന്നാണ് വിവരം. സ്ഥാനാർത്ഥിത്വം പരിഗണിച്ചാൽ തിരുവനന്തപുരത്ത് മറ്റൊരു സീറ്റ് നൽകും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന നേതൃത്വത്തിന്റെ ആവശ്യത്തോട് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുകൂല നിലപാട് അറിയിച്ചില്ലെന്നാണ് സൂചന. ഇതിനിടെ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫിനുള്ളിൽ ആവശ്യം ശക്തമായി. മുൻ മന്ത്രിയും പാർട്ടി നേതാവുമായിരുന്ന
CF തോമസിന്റെ സഹോദരപുത്രൻ സച്ചിനാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ UDF ൽ പ്രവർത്തിച്ച UDF വേണ്ടി വർക്ക് ചെയ്ത കൊടി പിടിച്ച കാലാകാലങ്ങളെ UDF ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥി നിർണയം കൃത്യമായും അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു നിർണയം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് പ്രതികരണം. ഇലക്ഷൻ ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. പകയോടെ തന്ത്രിയെ അകത്താക്കിയെന്നും സർക്കാർ മറുപടി പറയണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. വിശ്വാസ സമൂഹത്തോട് വഞ്ചന കാട്ടിയെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കുകയായിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT പ്രവർത്തിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. SIT ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നുള്ളൂ. ഈ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ കൊണ്ടുവരാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ശബരിമല തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്. SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വസ്തുത. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത്. കണ്ഠരര് രാജീവര് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്നയാളാണെന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം. ഒരു പ്രശ്നമില്ല, അവർ കണ്ടെത്തി പൂർത്തിയായിട്ടില്ലല്ലോ. കണ്ടെത്തണ്ടേ? കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ആ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. പൂർത്തിയായിട്ട് വരുമ്പം എന്താണ് ചാർജ്, അതുപോലെ തന്നെ ഈ തന്ത്രിന്റെ ചാർജ് എന്താണെന്നൊക്കെ പറയും. അന്നേരം നോക്കാം. ധൃതിപ്പെടണ്ട. ആര് കൊടുക്കാൻ, ആർക്കാ കൊടുക്കേണ്ട കാര്യമുള്ളത്? അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് കൊച്ചിയൊക്കെ വെച്ചത് ആരപ്പ അന്നെല്ലാം കൂടി ചോദിച്ചില്ലേ? ആരാ പറഞ്ഞ സഖാക്കളാണപ്പാ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. തന്ത്രിയിൽ ഈ പറയുന്ന പേരും കള്ളന്മാരെ പട്ടികയിൽ പെട്ടിരിക്കില്ലേ? ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. തന്ത്രിയുടെ ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉത്തരവിലെ പരാമർശങ്ങൾ കേസിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് SIT കടക്കുന്നത്. ജാമ്യ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിലിപ്പോൾ നിയമോപദേശം ഉൾപ്പെടെ തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സൂചിപ്പിച്ചതുപോലെ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ കേസിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു സംശയം, അങ്ങനെയൊരു വിലയിരുത്തലാണ് SITയുടെ മുന്നിലുള്ളത്. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അമൃത, കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നത്. അതിൽ SITയെ വലിയ രീതിയിൽ വിമർശിക്കുകയും ഈ കേസിൽ തന്ത്രിക്കെതിരെ തെളിവുകളില്ല തുടങ്ങിയ പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്ന് SITക്കെതിരെ വന്നിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകാൻ, ഈ ഉത്തരവ് അന്വേഷണത്തെ മുന്നോട്ട് പോകാൻ ബാധിക്കുമെന്ന് പ്രാഥമിക വിലയിരുത്തലാണ് SITക്കുള്ളത്. പ്രത്യേകിച്ച് ഇത്തരം പരാമർശങ്ങളുള്ള സ്ഥിതിക്ക് തന്ത്രിക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനാകും. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രിയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷെ അങ്ങനൊരു പ്രയർ മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഉത്തരവ് റദ്ദു ചെയ്യണം എന്ന ആവശ്യമാണ് പെറ്റീഷനിലൂടെ മുന്നോട്ട് വെക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ DGPയുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന് നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് SITയുടെ ഒരു തീരുമാനം. അത് തന്ത്രിയുടെ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ കേസിലേറെ ബാധിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ തീരുമാനത്തിലേക്ക് SIT. വിഷ്ണു, ഇതിപ്പോൾ നിയമോപദേശം തേടി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവുക അത് എത്രത്തോളം സാധ്യമാണ്?
അമൃത, അതായത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ഈ പരാമർശങ്ങൾ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിലൊരു മറുപടി ഇവിടെ നിന്ന് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും. അത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആ മുന്നോട്ട് പോക്കിനെ ബാധിക്കും എന്നൊരു മറുപടിയാണ് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതെങ്കിൽ ഉറപ്പായും അത് റദ്ദ് ചെയ്യണം, ജാമ്യ ഉത്തരവ് റദ്ദ് ചെയ്യണം എന്ന ആവശ്യവുമായി SIT ഹൈക്കോടതിയിലേക്ക് എത്തും. അതല്ല, കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല ആ പരാമർശങ്ങൾ എന്ന മറുപടിയാണ് ലഭിച്ചതെങ്കിൽ മറ്റു നടപടികളൊന്നും സ്വീകരിക്കില്ല. പക്ഷേ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും എന്ന് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. നിയമവിദഗ്ധരടക്കം സൂചിപ്പിക്കുന്നതും ഇത്തരം പരാമർശങ്ങൾ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഹർജി നൽകാൻ തന്നെയുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത്. ഒരു 2 ദിവസത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആറന്മുള ക്ഷേത്രത്തിലെ ദേവസ്വം സ്ട്രോങ് റൂമിൽ പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് പരിശോധന നടത്തുന്നത്. തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? അമൃത, ഇന്നലെയാണ് ഈ പറയുന്ന അമിക്കസ് ക്യൂറിയുടെ പരിശോധന ആറന്മുള ക്ഷേത്രത്തിൽ തുടങ്ങിയത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സന്നിധാനത്തെയും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ക്ഷേത്രങ്ങളിലെയും അമൂല്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പ് വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തണം എന്നുള്ള കാര്യം ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്. ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് KT ശങ്കരൻ അധ്യക്ഷനായിട്ടുള്ള ഒരു അമിക്കസ് ക്യൂറിയെ കൂടി നിയോഗിച്ചിരുന്നു. നേരത്തെ, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ ഹോം മത്സരം. രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയാണ് എതിരാളികൾ. ആദ്യ ജയമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. കൊച്ചിയിൽ കൊമ്പന്മാരുടെ എഴുന്നള്ളത്ത്. ലക്ഷ്യം സീസണിലെ ആദ്യ ജയം. കലൂർ സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടലരമ്പത്തിന്റെ ആവേശത്തിൽ മുംബൈയെ മലർത്തിയടിച്ച 3 പോയിന്റ് നേടാനാവുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ. സീസൺ ഓപ്പണറിൽ മോഹൻ ബഗാനോട് തോറ്റായിരുന്നു തുടക്കം. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പന്ത് തൊടാൻ പോലും കൊടുക്കാത്ത നിലവിലെ ചാമ്പ്യന്മാർക്ക് നിരവധി തവണ ഉന്നം പിഴച്ചതുകൊണ്ട് മാത്രം തോൽവി 2 ഗോളുകളിൽ ഒതുങ്ങി. അഡ്രിയാൻ ലൂണയും നോവ സദുവിയുമെല്ലാം പോയതോടെ തട്ടിക്കൂട്ട് ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. ഏറെ വൈകി സൈൻ ചെയ്ത പുതിയ വിദേശ താരങ്ങളൊക്കെ ഇതുവരെ സെറ്റായിട്ടില്ല. ഡേവിഡ് കറ്റാല ആദ്യ മത്സരത്തിൽ 2 വിദേശ താരങ്ങളെ മാത്രം ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയത് ഇതിനുദാഹരണം. 2ാം ജയമാണ് മുംബൈ സിറ്റിയുടെ ലക്ഷ്യം. ആദ്യ കളിയിൽ ചെന്നൈയിൻ FCക്കെതിരെ സെൽഫ് ഗോളിൽ കടന്നുകൂടുകയായിരുന്നു മുൻ ചാമ്പ്യന്മാർ. നേർക്കുനേർ കണക്കുകളിൽ മുംബൈക്കാണ് മുൻതൂക്കം. 23 മത്സരങ്ങളിൽ 11 ജയം. ബ്ലാസ്റ്റേഴ്സ് 6 ജയിച്ചപ്പോൾ 6 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.